വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കെ സീസ് ക്ലാസ്സസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി.കോം 6th സെമസ്റ്ററിലെ SD സ്റ്റുഡൻസിനുള്ള ലാസ്റ്റ് എക്സാമാണ് റിസർച്ച് മെത്തഡോളജി. സോ ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ലേറ്റ് ആവാൻ കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ടാണ് ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഷോർട്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. പാർട്ട് എയിൽ ഷുവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. സോ 2 മാർക്സിൻ്റെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ നമ്പർ 1, റിസർച്ച് ഡിസൈൻ എന്താണ്? ബേസാണ്, എന്തായാലും നോക്കണം. ദെൻ അതിനുശേഷം വാലിഡിറ്റി ഓഫ് ഡാറ്റ ഇൻ റിസർച്ചിൽ വാലിഡിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് റിപ്പീറ്റാണ്, ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. ദെൻ നമ്പർ 3, വാട്ട് ഈസ് ഫോക്കസ് ഗ്രൂപ്പിംഗ്? ഷുവറായിട്ട് നോക്കേണ്ട മറ്റൊരു ചോദ്യം റിപ്പീറ്റാണ്. ദെൻ ഗിവ് എ ഷോർട്ട് നോട്ട് ഓൺ അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കണം. നെക്സ്റ്റ് പാർട്ടിസിപ്പേഷനോ റിപ്പീറ്റാണ്. അതിൽ പാർട്ടിസിപ്പേറ്റ് ഒബ്സർവേഷൻ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കിയിരിക്കണം. ദെൻ ബിഹേവിയർ മാപ്പിംഗ് എന്താണ്? സാമ്പിളിംഗ് ഫ്രെയിം റിപ്പീറ്റാണ് കേട്ടോ. ദെൻ നോൺ സാമ്പിളിംഗ് എറർ റിപ്പീറ്റാണ്. സാമ്പിളിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം എപ്പോഴും വരും. അതിൽ പർപ്പസീവ് സാമ്പിളിംഗ്. ദെൻ സെൻസസ് സർവേ എന്താണ്, അല്ലെങ്കിൽ സെൻസസ് മെത്തേഡ്. ദെൻ ബിബ്ലിയോഗ്രഫി എന്താണ്, ഫുഡ് നോട്ട് എന്താണ്, അതൊക്കെ റിപ്പീറ്റാണ്. ദെൻ റിസർച്ചിലെ അപ്ലൈഡ് റിസർച്ച് എന്താണ്. ദെൻ റിലയബിലിറ്റി ഓഫ് ഡാറ്റ റിപ്പീറ്റ് ക്വസ്റ്റ്യനിൽ വരുന്ന മറ്റൊരു ചോദ്യം. ദെൻ ഇൻ്റർവ്യൂ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇൻ്റർവ്യൂ നോക്കണം. ക്വസ്റ്റ്നെയർ എന്താണ്. ദെൻ ക്വസ്റ്റ്നെയറിൽ ഡിക്കോട്ടമസ് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. ദെൻ ടെലിഫോൺ ഇൻ്റർവ്യൂ നോക്കണം. പോപ്പുലേഷൻ എന്താണ്. ദെൻ സാമ്പിളിങ്ങിൽ കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്താണ്, സാമ്പിളിംഗ് യൂണിറ്റിൻ്റെ കൺസെപ്റ്റ്. ദെൻ സാമ്പിളിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ക്ലസ്റ്റർ സാമ്പിളിംഗ് റിപ്പീറ്റാണ്. ദെൻ APA സ്റ്റൈൽ എന്താണ്. ദെൻ ഇൻ്റർം റിപ്പോർട്ട് കൺസെപ്റ്റ്. അതുപോലെ തന്നെ വടി മീൻ ബൈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ്, നമ്മൾ ഡിക്കോട്ടമസ് പറഞ്ഞ പോലെ തന്നെ അതിൽ വരുന്നതാണ്, വേറൊരു ടൈപ്പ്. ദെൻ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ നോക്കിയിരിക്കണം. ദെൻ ഡെൽഫി ടെക്നിക്ക്. ദെൻ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഇതിൽ വരുന്ന ബേസിൽ വരുന്നതാണ്. ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്താണ്. ദെൻ റിസർച്ച് എന്താണ്, പൈലറ്റ് സർവേ ഇൻ റിസർച്ച്. അപ്പോൾ 2 മാർക്സിൻ്റെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് 12 ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ മെജോറിറ്റി നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട് ബിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളിലോട്ടാണ് കിടക്കുന്നത്. ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾ പരമാവധി നോക്കണം കേട്ടോ. 5 മാർക്സിൻ്റെ നമ്പർ 1, ഡിഫറൻഷിയേറ്റ് ആക്ഷൻ റിസർച്ച് ആൻഡ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആദ്യത്തെ നോക്കിയിരിക്കണം. ദെൻ വാട്ട് ഈസ് സെക്കൻഡറി ഡാറ്റ, അതിൻ്റെ യൂസസ്. ഓക്കെ, ഞാൻ യൂഷ്വൽ ടൈപ്പ് ചെയ്യുന്ന പോലെ അല്ല ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാര്യം പിടികിട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ എനിക്ക് പരിമിതികളുണ്ടേ. ഓക്കെ, ദെൻ ഒബ്സർവേഷൻ എന്താണ്, ലിസ്റ്റ് ഔട്ട് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് നോക്കണം. കണ്ടീഷൻസ് നെസസറി ഫോർ എ സക്സസ്ഫുൾ ഇൻ്റർവ്യൂ മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ടെക്നിക്ക് എന്താണ്. ദെൻ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ക്ലസ്റ്റർ സാമ്പിളിംഗ് പ്രോസസ്സ് നോക്കിയിരിക്കണം. ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ടെക്നിക്കൽ റിപ്പോർട്ട് ആൻഡ് പോപ്പുലർ റിപ്പോർട്ട്. അപ്പോൾ ഇതൊക്കെ 5 മാർക്കിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. നോട്ടീസ് ചെയ്യണം, പഠിക്കണം. ദെൻ ഹൗ ഈസ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ഡിഫറെൻറ്റ് ഫ്രം അനലിറ്റിക്കൽ സ്റ്റഡി മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഡാറ്റ. ദെൻ ഡിഫറൻഷിയേറ്റ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായി നോക്കണം. ദെൻ ഡെൽഫി മെത്തേഡ് എന്താണ്, ഒക്കെ ബേസാ. ദെൻ എക്സ്പ്ലെയിൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, സാമ്പിളിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള റിപ്പീറ്റാണ്. ദെൻ ഇൻ വാട്ട് വേസ് ഈസ് ബിബ്ലിയോഗ്രഫി ഡിഫറെൻറ്റ് ഫ്രം ഫുഡ് നോട്ട്സ്. ദെൻ വാട്ട് ആർ ദി ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്നെയർ റിപ്പീറ്റാണ്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് യൂസ്ഡ് ഇൻ റിസർച്ച് എപ്പോഴും കാണുന്ന മറ്റൊരു ചോദ്യം. ദെൻ സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറർ 2 മാർക്കിലും കണ്ടു നമ്മൾ. ദെൻ വാട്ട് ആർ പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റിംഗ് റിസർച്ച് റിപ്പോർട്ട്സ് മറ്റൊരു ക്വസ്റ്റ്യൻ. Then what are the systematic procedure that researchers follow when conducting a research. Then explain the role of research in business. And finally
വാട്ട് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. മറ്റൊരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറി ഡാറ്റ സെക്കൻഡറി ഡാറ്റനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ എപ്പോഴും വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പാർട്ട് ബിയിൽ 5 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്നത്. ഇനി എസ്സേയിൽ കണ്ടിട്ടുള്ള ചോദ്യങ്ങളിലോട്ട് കിടക്കാം. 10 മാർക്കിൽ 2 ഒരെണ്ണമാണ് എഴുതേണ്ടത്. Then number 1, what is pilot study? Explain the need for it in research and state its functions. Then write a note on sampling. അതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Then next, what is interview method of data collection? Describe the interview process. മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ എക്സ്പ്ലെയിൻ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്. സാമ്പിളിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എപ്പോഴും വരുന്നത്. വട്ട് യു മീൻ ബൈ സാമ്പിളിംഗ്? എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. ദെൻ റിസർച്ച് റിപ്പോർട്ട് എന്താണ്? എക്സ്പ്ലെയിൻ ദ ലേഔട്ട് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളാണ് നമ്മൾ 10 മാർക്കിൻ്റെ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് 2 കിട്ടും. സാമ്പിളിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിസർച്ച് റിപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ 3 പാർട്ടിലും ഷുവറായിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഡിസ്ചാർജ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ രീതിയിൽ എടുക്കേണ്ട വന്നേ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോസ് ചെയ്ത് ഓരോ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. എന്തായാലും റിസർച്ച് മെത്തഡോളജിയൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നാണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യങ്ങൾ കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.